Hello everyone. In this part, we'll see next type of market structure, that is oligopoly. Oligopoly is a market structure where it is dominated by very few large firms. എന്ന് പറഞ്ഞാല് oligo എന്ന് പറഞ്ഞാല് few എന്നാണ് അർത്ഥം. ഇപ്പൊ few firms, few sellersഉം large number of buyerസും ആണ് ഇതിന്റെ peculiarity. അവര് either homogeneous or differentiated, ഒന്നെങ്കിൽ സെയിം അല്ലെങ്കിൽ differentiated products ആയിരിക്കും എന്ത് ചെയ്യുന്നത് മാർക്കറ്റിൽ സപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. Each firm is large enough to influence the market and the actions of one firm directly affect the others, leading to interdependence. അവിടെ ഒരു കാർട്ടൽ സിസ്റ്റം, ഒരു കുറച്ച് ഫേം മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ച് ഫേം ഡിപ്പെൻഡൻസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവര് മുന്നോട്ട് പോകുന്നത്. അതിന്റെ പ്രൈസിംഗ് ഒക്കെ വരുമ്പോൾ, ഗ്രാഫ് ഒക്കെ വരുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് മോർ. ഫോർ എക്സാമ്പിൾ, സോഫ്റ്റ് ഡ്രിങ്ക് മാർക്കറ്റ് മെയിൻലി ഡോമിനേറ്റഡ് ബൈ പെപ്സി ആൻഡ് കൊക്കോകോള. ഇത് ഒരു ഒലിഗോപ്പൊളി എക്സാമ്പിൾ ആണ്. സോ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ, ആസ് വി ഹവ് ഓൾറെഡി സീൻ, ഫ്യൂ ലാർജ് ഫേംസ് അവിടെ ഉണ്ടാവും സെല്ലേഴ്സ് ആയി, ആൻഡ് അവർ തമ്മിൽ എന്തുണ്ടാവും, ഇന്റർഡിപ്പെൻഡൻസ് ഉണ്ടാവും. ദേ ആർ പ്രൈസ്, ഔട്ട്പുട്ട്, അഡ്വർടൈസ്മെന്റ്, അതിനൊക്കെ ഇവർ തമ്മിലൊരു ധാരണ ഉണ്ടാവും. പ്രോഡക്റ്റ് നേച്ചർ വി ഹാവ് സീൻ, അവർ ഐഡന്റിക്കലും ആയിരിക്കാം അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡും ആയിരിക്കാം. ഇപ്പൊ കാറ്, മൊബൈൽ ഫോൺസ്, അതിലൊക്കെ നമുക്ക് ഒളിഗോപൊളിയുടെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആൻഡ് ദർ ആർ ബാരിയേഴ്സ് ടു എൻട്രി, അതായത് ഇറ്റ് ഇസ് ഡോമിനേറ്റഡ് ബൈ ഫ്യൂ ലാർജ് ഫേംസ്. പെട്ടെന്ന് തന്നെ ഒരാൾക്ക് എൻട്രി ചെയ്യാൻ പറ്റില്ല. ഒരുപാട് ക്യാപിറ്റൽ റിക്വയർമെന്റ്സ്, പേറ്റന്റ്, പിന്നെ അതുപോലെ തന്നെ പ്രൈസ്, അതിലൊക്കെ കുറച്ച് റിജിഡിറ്റിയും കാര്യങ്ങളും ഉണ്ട്. നെക്സ്റ്റ്, പ്രൈസ് റിജിഡിറ്റി. ഒളിഗോപ്പൊളി ഫ്രീക്വന്റ് പ്രൈസ് ചേഞ്ചസ് അവിടെ ഉണ്ടാവില്ല. അവിടെ പ്രൈസ് യൂഷ്വലി റിജിഡ് ആയിരിക്കും. അതാണ് അവരുടെ ഡിമാൻഡ് കർവിനെ നെറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. എന്താന്ന് വീൽ എക്സ്പ്ലെയിൻ. ആൻഡ് നോൺ പ്രൈസ് കോമ്പറ്റീഷൻ, ഇവിടെ കോമ്പറ്റീഷൻ പ്രൈസിന്റെ പേരിലല്ല, ബാക്കി നോൺ പ്രൈസ് സാധനങ്ങളുടെ പേരിലാണ് കോമ്പറ്റീഷൻ നടക്കുന്നത്. ആസ് ഇൻ ദ കേസ് ഓഫ് മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ, പ്രൊഡക്റ്റ് ക്വാളിറ്റി, അഡ്വർടൈസ്മെന്റ്, ബ്രാൻഡിങ്, അതിന്റെയൊക്കെ ബേസിലാണ് ഇത് നടക്കുന്നത്, കോമ്പറ്റീഷൻ നടക്കുന്നത്. പ്രൈസ് മോർ ഓർ ലെസ് സെയിം ആയിരിക്കും. സോ these are the features of oligopolies. Now let's see the different types of oligopoly. First type is pure oligopoly. Pure oligopoly എന്ന് പറഞ്ഞാൽ, here the firms sell identical or homogeneous products. ഏകദേശം സെയിം വരുന്ന പ്രോഡക്ട്സ് സെൽ ചെയ്യുന്നതാണ് എന്ത്, പ്യുവർ ഒലിഗോപ്പൊളി. എക്സാമ്പിൾ, സ്റ്റീൽ ഇൻഡസ്ട്രി, സിമെന്റ് ഇൻഡസ്ട്രി. ഇപ്പൊ സിമെന്റ് നമുക്ക് ഒരുപാട് വെറൈറ്റി ഓഫ് സിമെന്റ് ഒന്നും പറ്റില്ല, അതുപോലെ ഒരുപാട് വെറൈറ്റി ഓഫ് സ്റ്റീൽ അങ്ങനെയില്ല. ഏകദേശം സിമിലർ ആയിട്ടുള്ളത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പ്യുവർ ഒലിഗോപ്പൊളി. ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി പ്രോഡക്ട്സ് ആർ സിമിലർ ബട്ട് ദേ ആർ ബ്രാൻഡഡ് ഡിഫറെന്റ്ലി. സ്മാർട്ട് ഫോൺസ് നമുക്കറിയാം, ആപ്പിളിന്റെ സ്മാർട്ട് ഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. അവരുടെ സ്മാർട്ട് ഫോൺസ് നമുക്ക് ഡിഫറൻഷിയേറ്റഡ് ഒലിഗോപ്പൊളി, അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. കൊലൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ, ഫേംസ് കോപ്പറേറ്റ് ടു ഫിക്സ് ഔട്ട്പുട്ട്. ഫേംസ് തമ്മിൽ എന്താണ്, ഒരു ധാരണയും കാര്യങ്ങളും ഉണ്ട്. അതായത് പെട്രോളിയം കമ്പനീസിന്റെ ഓയിൽ സപ്ലൈ ഒക്കെ നമുക്ക് അതിന്റെ എക്സാമ്പിൾ ആയിരിക്കാം. നോൺ കൊലൂസീവ് ഇസ് ജസ്റ്റ് ദ ഓപ്പോസിറ്റ് ഓഫ് കൊലൂസീവ്. ഇവിടെ ഫേംസ് എന്ത് ചെയ്യും, കമ്പീറ്റ് ചെയ്യും, ബട്ട് അവരെന്താണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അവര് തമ്മിലുള്ള കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അവർ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ചെയ്യും. പക്ഷെ അവർ എന്ത് ചെയ്യും, അറ്റ് ദ സെയിം ടൈം കോമ്പീറ്റും ചെയ്യും. അതായത് ടെലികോം ഇൻഡസ്ട്രീസിലെ പ്ലാൻസ്, ഇപ്പൊ ഐഡിയാന്റെ പ്ലാന്, പിന്നെ അതുപോലെ തന്നെ വോഡഫോണിന്റെ പ്ലാൻസ് ഒക്കെ എടുത്ത് നോക്കിയാൽ അത് കോമ്പീറ്റിംഗ് ആണ്, പക്ഷെ അവർ തമ്മിലൊരു ധാരണയും ഉണ്ട്. പാർഷ്യൽ ഒലിഗോപ്പൊളി എന്ന് പറഞ്ഞാൽ, ഹിയർ എ ലാർജ് ഫേം act as a price leader and small firms follow its pricing decision. അതായത് യൂഷ്വലി ഇവിടെ ഒരു വലിയ ഫേം, ഒരു ലാർജ് ഫേം മെയിൻലി ഒരു ലീഡർ ആയി നിന്നിട്ട് സ്മോൾ ഫേംസ് അതിനെയൊക്കെ ഫോളോ ചെയ്തിട്ട് അത് പറയുന്നത് ഏകദേശം കേട്ടിട്ട് നടക്കുന്നതാണ് എന്ത്, പാർഷ്യൽ ഒലിഗോപ്പൊലി എന്ന് പറയുന്നത്. നമുക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിന്റെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ, അവിടെ മെയിൻ ആയിട്ട് ഇപ്പൊ ഇന്ത്യയിൽ മാരുതി സുസുക്കി, ഹുണ്ടായി, ടാറ്റ മോട്ടോഴ്സ് ഒക്കെ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷെ സ്മോൾ പ്ലേയേഴ്സും അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. Then open and closed oligopoly. Open oligopoly, as the name indicates, allows new entry. നേരെ മറിച്ച് ക്ലോസ്ഡ് ഒലിഗോപ്പൊലിയിൽ എൻ്റർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ക്ലോസ്ഡിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എയർക്രാഫ്റ്റ്, ഒരുപാട് ക്യാപിറ്റലും ഒക്കെ വേണം. പക്ഷെ നേരെ മറിച്ച് ഓപ്പണിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റ് ചെയിൻസ്, പുതിയ റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെറിയ സെറ്റപ്പിലും സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് എൻട്രി
റെസ്ട്രിക്ട് ചെയ്യാതെ നിൽക്കുന്നതാണ് ഓപ്പൺ. എൻട്രി റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് എന്ത് ക്ലോസ്ഡ് ഒളിഗോപ്പൊളി. These are the different types of oligopoly. Now, let's see the advantages of oligopoly. First one is economies of scale. Economies of scale, as we have already seen, economies of scale എന്ന് പറഞ്ഞാൽ ബൾക്ക് പ്രൊഡക്ഷൻ കാരണം കോസ്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതാണ് economies of scale. അപ്പോൾ ലാർജ് ഫേം ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഇത് ഇന്നോവേഷൻ എൻകറേജ് ചെയ്യും. അതായത് ഫ്യൂ ഫേംസേ ഉള്ളൂ, പക്ഷെ അതിൻ്റെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് ഇറ്റ് എൻകറേജസ് ഇന്നോവേഷൻ ആൻഡ് കോമ്പറ്റീഷൻ. അവിടെ ഒരു ചെറിയ കോമ്പറ്റീഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് വിൽ ബി മോർ ബെറ്റർ. ആൻഡ് പ്രൈസ് ഇസ് റിജിഡ് എന്ന് നമ്മൾ കണ്ടു. പ്രൈസ് വാറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാരണം ഫേംസ് തമ്മിലൊരു ചെറിയ ധാരണകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രൈസ് വിൽ ബി സ്റ്റേബിൾ. ബട്ട് ദർ ബി വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ്. ഇറ്റ് ക്യാൻ ബി ഹോമോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ്. ഇപ്പൊ ഡിഫറൻഷിയേറ്റഡ് ഒളിഗോപ്പൊലിയിൽ വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ഉണ്ടാവും. Resources will be used efficiently as there are few number of firms, and they promote the use of advanced technology and innovation. These are the advantages of oligopoly. Disadvantage നോക്കിക്കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ നമുക്ക് ലിമിറ്റഡ് ആണെന്നും കൂടെ പറയാം. കാര്യം എന്താണ്, അവിടെ ഫ്യൂ ഫോംസ് മാത്രമേ ഉള്ളൂ. പ്രൈസസ് റിജിഡ് ആണെങ്കിലും ഹയർ ആവാനുള്ള ചാൻസ് ഉണ്ട്. പ്രൈസിൽ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലെങ്കിലും പ്രൈസ് കൂടി നിൽക്കാൻ ചാൻസ് ഉണ്ട്, കാരണം കുറച്ച് ഫേംസേ ഉള്ളൂ. അതുപോലെ തന്നെ ബാരിയേഴ്സ് ടു എൻട്രി ചെയ്യാൻ ബുദ്ധിമുട്ടാണ് യൂഷ്വലി ഒളിഗോപ്പൊലിയിൽ. പ്രൈസ് ഫ്ലെക്സിബിൾ അല്ല, പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ചെയ്യില്ല, റിജിഡ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ കൺസ്യൂമർ എക്സ്പ്ലോയിറ്റ് ചെയ്യും, കാരണം ഹൈ പ്രൈസസ് ആയിട്ട് പ്രൈസ് ചേഞ്ച് ചെയ്യാതെ കുറച്ച് ഫേംസ് അല്ലേ ഉള്ളൂ മാർക്കറ്റിൽ സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് ഹൈ പ്രൈസ് ഒക്കെ കാരണം, ലിമിറ്റഡ് ഔട്ട്പുട്ട് ഒക്കെ കാരണം എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ചാൻസസും ഉണ്ട്. പോസിബിലിറ്റി ഓഫ് കൊല്യൂഷൻ, ദാറ്റ് ഇസ് ഫേംസ് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ട് അവർ തന്നെ പ്രൈസ് ഫിക്സ് ചെയ്യും. അതുകൊണ്ട് തന്നെ അവർ തമ്മിലൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ കോമ്പറ്റീഷൻ റെഡ്യൂസ് ചെയ്തിട്ട് അവർക്ക് ഇഷ്ടമുള്ള പ്രൈസ് വെക്കാനുള്ള ചാൻസ് ഉണ്ട്, വിച്ച് ഇൻ ടേൺ ലീഡ്സ് ടു കസ്റ്റമർ എക്സ്പ്ലോയിറ്റേഷൻ. These are the disadvantages of oligopoly. Now we'll see the graphical representation of oligopoly. ബാക്കിയുള്ള എല്ലാ ഗ്രാഫിലെ പോലെ തന്നെ quantity is represented in x-axis and price is represented in y-axis. Okay. നമ്മളൊരു ആൻസർ ഒക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ബിഗിൻ ചെയ്താൽ ആ ഗ്രാഫിനെ കുറിച്ച് ഉള്ള എക്സ്പ്ലനേഷൻ വെച്ച് ബിഗിൻ ചെയ്താൽ നല്ലതായിരിക്കും. ലൈക്ക് ക്വാണ്ടിറ്റി ഇസ് റെപ്രസെന്റഡ് ഇൻ എക്സ് ആക്സിസ്, പ്രൈസ് ഇസ് റെപ്രസെന്റഡ് ഇൻ വൈ ആക്സിസ്, ആൻഡ് എം സി ഡിനോട്ട്സ് മാർജിനൽ കോസ്റ്റ്, MC2 ഡിനോട്ട്സ് മാർജിനൽ കോസ്റ്റ് 2, MR എന്ന് പറഞ്ഞാൽ മാർജിനൽ റവന്യൂ, AR എന്ന് പറഞ്ഞാൽ എന്താണ് ആവറേജ് റവന്യൂ എന്നുള്ളതൊക്കെ ആദ്യം പറയാം. ആൻഡ് ഇവിടുത്തെ ഡിമാൻഡ് കർവിന്റെ പ്രത്യേകത നെറ്റ് ഡിമാൻഡ് കർവ്, അതായത് ചെറിയൊരു വളവുള്ള ഡിമാൻഡ് കർവിനാണ് നെറ്റ് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. ഇപ്പൊ മേലെ നോക്കിക്കഴിഞ്ഞാൽ ഈ നെറ്റ് ഡിമാൻഡ് കർവ് വരാനുള്ള കാരണം, സപ്പോസ് ഒലിഗോപ്പൊലിയിൽ ഒരു ഫേം പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫേംസും പ്രൈസ് കൂട്ടണമെന്നില്ല. ഇവിടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആയിട്ട് നിൽക്കും പ്രൈസ് കൂടുന്ന സമയത്ത്. പക്ഷേ ഒരു ഫേം പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫേംസും പ്രൈസ് കുറയ്ക്കും. അപ്പൊ അവിടെ ഡിമാൻഡ് എന്താണ്, ഇൻഇലാസ്റ്റിക് ആയിട്ട് മാറും. അതുകൊണ്ടാണ് എന്താണ് ഒലിഗോപ്പൊളിയുടെ ഡിമാൻഡ് കർവ് നെറ്റ് ഡിമാൻഡ് കർവ് മുകളിൽ നിന്ന് നേരെ വന്നിട്ട് പിന്നെ ഒരു ചെരിവ് കാരണം താഴേക്ക്. അതായത് എന്താണ് അതിന്റെ റീസൺ, എന്തുകൊണ്ടാണ് ഒലിഗോപ്പൊലിയിൽ പ്രൈസ് ഒരു ഫേം പ്രൈസ് കൂട്ടിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പ്രൈസ് കൂട്ടിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഫേം പ്രൈസ് കുറച്ചു കഴിഞ്ഞാൽ എല്ലാ ഫേംസും അതുപോലെ തന്നെ കുറയ്ക്കും. അതുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഓഫ് ഒലിഗോപ്പൊലി ഈസ് നെറ്റ് ഡിമാൻഡ് കർവ്. Okay. Now we'll see the difference between market structure. 4 market structure we have already seen. അതിന്റെ ഒരു ഡിഫറൻസ് നോക്കിയാൽ, on the basis of number of firms, perfect competition, large, monopoly 1, oligopoly few, monopolistic competition, large or many. നേച്ചർ ഓഫ് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് ആയിരിക്കും, മോണോപ്പൊലിയിൽ യുണീക്ക് ആയിരിക്കും, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ് ആണ്. ആൻഡ് ഇൻ ദി കേസ് ഓഫ് ഒലിഗോപ്പൊലി അത് ഹോമോജീനസും അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡോ ആകും. പ്രൈസ് കൺട്രോൾ നമ്മൾ ഓൾറെഡി കണ്ടു. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ അവർ പ്രൈസ് ടേക്കർ ആണ്, ഡിമാൻഡിന്റെയും സപ്ലൈന്റെയും ബേസിൽ. ഇവിടെ ഫുൾ കൺട്രോൾ ഓവർ പ്രൈസ് ആണ്. ഇവിടെ ലിമിറ്റഡ് കൺട്രോൾ ആണ് മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ കേസിൽ. ഒലിഗോപ്പൊലിന്റെ കേസിൽ ലിമിറ്റഡ് കൺട്രോൾ ഉണ്ട്. മോസ്റ്റ്ലി അവിടെ വർക്ക് ചെയ്യുന്ന ഫേംസ് എല്ലാവരും ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഇനി എൻട്രി ആൻഡ് എക്സിറ്റ് നോക്കിക്കഴിഞ്ഞാൽ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആൻഡ് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ
ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. ഒളിഗോപ്പൊളിയുടെ കേസിൽ റെസ്ട്രിക്റ്റഡ് എൻട്രി ആൻഡ് എക്സിറ്റ്, പക്ഷെ ഹൈ റെസ്ട്രിക്ഷൻസ് ആണ് ഇവിടെ മോണോപ്പൊളിയുടെ കേസിൽ ഉള്ളത്. ഡിമാൻഡ് കർവ് നോക്കിയാൽ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മോണോപ്പൊളിയുടെ കേസിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, മോണോപ്പൊളിസ്റ്റ് കോമ്പറ്റീഷന്റെ കേസിലും ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, അതായത് മോണോപ്പൊളി ഒന്നും കൂടെ കൂടുതലാണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ്. ഒളിഗോപ്പൊളിയുടെ കേസിൽ എന്താണ് നിക് ഡിമാൻഡ് കർവ്, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെയാണ്, ഒരു ചെറിയ നിക്, ഇങ്ങനത്തെ ഇതിനാണ് നിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത്. പ്രോഫിറ്റിന്റെ കേസിൽ നോർമൽ പ്രോഫിറ്റ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്, എസ്പെഷ്യലി ഇൻ ലോങ് റൺ. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ കേസിലും ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് ആണ്. മോണോപ്പൊളിയുടെ കേസിൽ നമുക്ക് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് പോസിബിൾ ആണ്. ഒലിഗോപ്പൊളിയുടെ കേസിൽ നോർമലും ആവാം സൂപ്പർ നോർമലും ആവാം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് എക്സാമ്പിൾ പറയാൻ പറ്റില്ലെങ്കിലും അഗ്രികൾച്ചർ മാർക്കറ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. മോണോപ്പൊളിയുടെ കേസിൽ, പബ്ലിക് മോണോപ്പൊളിയുടെ കേസിൽ റെയിൽവേസ് എക്സാമ്പിൾ ആണ്. മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കേസിൽ റെസ്റ്റോറൻറ്റ്സ്, ക്ലോത്തിങ് ബ്രാൻഡ്, ഇവിടെ ടെലികോം ഇൻഡസ്ട്രി, എയർലൈൻ, കാർ ഇൻഡസ്ട്രി, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഒക്കെ ഒളിഗോപ്പൊളിയുടെ examples ആയിട്ട് എടുക്കും. So in this part we have seen details regarding oligopoly, its features, advantages, disadvantages, types, and overall difference between various market structures.